ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറും ബോർ യൂട്യൂബർ ഉണ്ട്, എനിക്കിഷ്ടമേ അല്ല, കണ്ണെടുത്ത കണ്ടൂടാ. സീക്രട്ട് ഏജന്റ് എന്നാണ് അവനെ തന്നെ വിളിക്കുന്നത്. എനിക്കിഷ്ടം താല്പര്യം സെലക്റ്റീവ് ഏജന്റ് എന്ന് വിളിക്കാനാണ്. പുള്ളിക്കാരൻ ഇന്നൊരു വീഡിയോ ഇട്ടു, അതിന്റെ ഒരു ചെറിയ ബിറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മണിപ്പൂരിനെ കുറിച്ച് ജനകീയ കോടതിയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുക. അയാളുടെ ലൈഫിൽ നടന്ന അയാളുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഷോൺ ജോർജ്. അത് ഷോൺ ജോർജിന് ഇപ്പൊ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴാണത് ഭയങ്കര വിഷമമായിട്ട് നെഞ്ച് തട്ടി വിഷമം തോന്നുന്നത് എടുത്തു പറയാണ്. ഇപ്പോഴാണ് വിഷമം തോന്നുന്നതെന്ന് അങ്ങേർക്ക് തോന്നുന്നു. ഇത്ര കാലം അങ്ങേർക്ക് BJP വരുന്നതിന് മുമ്പൊന്നും അങ്ങേർക്ക് ഇത് നെഞ്ച് തട്ടിയൊരു വിഷമം ആയിരുന്നില്ലേ എന്നായിരുന്നു എന്റെ ചോദ്യം. കാരണം ഈ ഷോൺ ജോർജ് പറഞ്ഞാൽ എന്താ നോക്കാം. ഞാൻ അതിനൊരു മറുപടി പറയാം. ഇത് എന്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ. എന്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു, എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു. അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്. എനിക്കതിൻ്റെ അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. ഇതെന്താണ് കല്യാണം കഴിക്കുക, അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന് വരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി, അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത്, അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽസ് പഠിച്ചതാണ്, അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ഇഷ്ടമാണ്, പള്ളിയിലും പോവും. ഇന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. കാരണം ലൈഫിന്റെ ഒരു സ്റ്റേജിൽ നടന്ന ഒരു സംഭവത്തിൽ ഇപ്പൊ ഒരു ദുഃഖം തോന്നുന്നു. പക്ഷെ ഈ ദുഃഖം തോന്നുന്നത് BJP വന്നത് അതിനുശേഷമാണോ ഈ ദുഃഖം തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഏത് നിർബന്ധിതമായ മതപരിവർത്തനം, ഞാൻ ഇതിനു മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ തമിഴ് കേട്ടല്ലോ, BJP വന്നതിന് ശേഷമാണോ ഈ ദുഃഖം തോന്നുന്നത് എന്നുള്ളതാണ് സംശയം. ഇവൻ എന്തുമാത്രം സെലക്റ്റീവ് ആണെന്നുള്ളത് ഈ ജനകീയ കോടതിയിൽ, ഹാഷ്മിയുടെ തന്നെ ജനകീയ കോടതിയിൽ ഒരു 20 മിനിറ്റ്, ഈ വീഡിയോന്റെ 20 മിനിറ്റും കൂടെ ഉള്ള വേറൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവ എന്തൊരു സെലക്റ്റീവ് ആണ്. അവന്റെ പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യാൻ വേണ്ടി അവൻ കാണത്തില്ല, പല കാര്യങ്ങളും കണ്ടില്ല, നടിക്കും. ആ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. പൊതു സന്തോഷം തോന്നി അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മതപരിവർത്തനം നടത്തിയതിൽ ഷോൺ ജോർജിന്റെ ഒരു വല്ലാത്ത വേദന. ഇതാണ് അഡ്വക്കേറ്റ് പ്രജി. ഇവന്റെ അതേ ഡൗട്ട് അങ്ങേർക്കും ഉണ്ടായിരുന്നു. അതേ ഡൗട്ട് അവിടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഇതേ സെയിം വീഡിയോയിലുള്ളതാണ്. ഈ ലോകത്തുള്ള എല്ലാ എവിഡൻസും എടുക്കുന്നവനാണ് ഈ സീക്രട്ട് ഏജന്റ്. ഇത് കണ്ടോളൂ. ഇവിടെ ഷോ ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വേദന ഹിന്ദുവായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതിൽ വന്ന വേദന അദ്ദേഹം പ്രകടിപ്പിക്കാൻ BJP ചേർന്ന് 3-ാമത്തെ ദിവസം വേണ്ടി വന്നു. ഞാൻ ആദ്യമായി ഇത് പറയുന്ന ഇവിടെയല്ല, രാഹുൽ ഈശ്വറുമായി നടത്തിയ ഈ 2020 നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ രാഹുലുമായി നടത്തിയ ചർച്ചയിൽ 2018 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ ഞാൻ ഇന്നല്ല പറഞ്ഞു, ഞാൻ അന്നേ അതിന് BJP കൂടി നിയമസഭയിൽ പോയി തുടങ്ങിയ കാലമാ. അതുകൊണ്ട് തന്നെ കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിൽ മനസ്സിലാക്കുക, കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിലും കണ്ടില്ല എന്ത് പെർഫെക്റ്റ് ആയിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തു. സെയിം ഇന്റർവ്യൂവിൽ 59 മിനിറ്റുള്ള ഇന്റർവ്യൂവിൽ 44ാമത്തെ മിനിറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം. സെയിം ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നു. ഇത് കാണാതെ ഒരു സൈഡ് മാത്രം കാണുന്നതിനല്ലേ സെലക്ടിവിറ്റി, പ്രൊപ്പഗാൻഡ പുഷർ, സെലക്റ്റീവ് ഏജന്റ് എന്ന് തന്നെ വിളിക്കണം ഇവനെ. സെലക്റ്റീവ് ഏജന്റ് ഇതെനിക്കിവിടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇവൻ പറയണെല്ലാം വിശ്വസിക്കരുത്, നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാണ്. നിങ്ങൾ തന്നെ പോയി കാണുക, നിങ്ങൾ തന്നെ പോയി മനസ്സിലാക്കുക. ഡോണ്ട് ലിസൺ ടു ദീസ് കൈൻഡ് ഓഫ് ബുൾഷിറ്റ് പീപ്പിൾ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഗൈസ്. എനിക്കിത് പറയണമെന്ന് എനിക്ക് പൊട്ടിപ്പോയി പറഞ്ഞു. താങ്ക് യു.